മിടുക്കിയിൽ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങളോട് പറഞ്ഞത് എന്താ, ഓക്കെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതുവരെ ഫണ്ണായി പോയിരുന്ന എല്ലാ എപ്പിസോഡും അല്ലെങ്കിൽ എല്ലാ റൗണ്ട്സും ഭയങ്കര ഫൺ ആൻഡ് വേറെ രീതിയിലായിരുന്നല്ലോ. പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള റൗണ്ട്സ് ഉണ്ടെങ്കിൽ പോലും വേറെ തന്നെ രീതിയായിരുന്നു. ഇത് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അയ്യോ എന്താ സംഭവിക്കുന്നത്, ഇത് എനിക്ക് മാത്രമാണോ സംഭവിക്കുന്നത്, ഇവരെന്താ നമ്മളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യണേ എന്നൊക്കെയാണ് അന്ന് അപ്പോൾ എനിക്ക് തോട്ടിൽ പോയിരുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അമ്മ, അച്ഛൻ, ശ്രീകുട്ടനായിരിക്കും എൻ്റെ മെയിൻ. ശ്രീകുട്ടൻ ഹസ്ബൻഡാണ്, അവനാണ് എൻ്റെ മെയിൻ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ. എടാപോടാ ബന്ധം അവനായിട്ടാണ്. ഇപ്പം അത് കാണുമ്പോൾ നമുക്കും അത്ര അങ്ങ് ദഹിക്കുന്നില്ല. ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ളൊരു സെഗ്മെന്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ. സത്യം, ഇന്റർവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞ ടെലികാസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ ആ സ്റ്റേജിൽ ഓൺ സ്റ്റേജ് അത് ജഡ്ജ് ചെയ്ത് ജഡ്ജസ് പറയുമ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അത്. പക്ഷെ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ പേടിയാ, ക്യാമറ പേടിയാ, നമ്മൾ എന്ത് പറയും, ഇത്രയും വലിയ ജഡ്ജസ് ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത്. അതില് മാലാപാർവതിയും സാബുചേട്ടൻ ബിഗ് ബോസിൽ സാബുചേട്ടൻ, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. പൊതുവെ നമ്മളെ കൊണ്ട് ഒരാൾ മിടുക്കിയാണെന്ന് പറയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് മിടുക്കിയെന്ന് പറയിപ്പിച്ച, ഇപ്പോഴും ജീവിതത്തിൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കിയായിട്ടുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ട്, മിഥില വേണുഗോപാൽ. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? സുഖം. ഓക്കെ, ഇവിടുന്ന് ഒരു പോക്ക് പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. മുങ്ങിയിട്ട് ഇപ്പോഴാണ് പൊങ്ങുന്നതെന്ന് പറഞ്ഞല്ലേ? അതെ, ഇപ്പൊ 3 years ആയി ഞാൻ UK-ലായിരുന്നു. പിന്നെ വെക്കേഷന് ഇങ്ങനെ വന്നു പോവാ എന്നല്ലാതെ ഇപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, ഒരു 1 year ഉള്ള ഒരു ബേബിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാൻ പറയും എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ടാഗ് കിട്ടില്ലേ നമുക്ക്, അതിൽ ഏറ്റവും നല്ല ഒരു ടാഗാണ് മദർഹുഡ് എന്ന് പറയുന്നത്. വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ അത്. എനിക്ക് തോന്നുന്നു ഗർഭിണി ആയിരിക്കുന്ന സമയമാണ് എനിക്ക് കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്തിരുന്നത്. കാരണം ഞാൻ ഒത്തിരി എന്താ പറയുക, അതിനെക്കുറിച്ച് പഠിച്ച് ആ പ്രോസസ്സ് ശരിക്കും എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എങ്കിൽ ചുമ്മാ ഒരു 9 months അങ്ങനെ പ്രഗ്നൻ്റ് ആയി കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതല്ലാതെ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാക്കി അത് ഗോ ത്രൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പീരീഡാണ് മദർഹുഡ്. ഇപ്പോഴും അടിപൊളിയാണ്. ഇപ്പൊ കുറുമ്പനായിട്ട് വളർന്നു വരുന്നു, 1 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഇവിടുന്ന് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഞാൻ ചേച്ചീനെ കാണുമ്പോൾ ഒക്കെ ഒരു ടോം ബോയ്ഷ് വൈബാണ്, ഒരു ഹെയർ കട്ട് വരെ ആ ടൈമിൽ അങ്ങനെയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, പിന്നെ കല്യാണത്തിൻ്റെ പരിപാടികളായി, പിന്നെ അടുത്ത് ഒരു കുട്ടിയായി എന്നൊക്കെ. ഞാൻ കണ്ട ആളെ അല്ല പിന്നീട് അങ്ങോട്ട് കണ്ടത്. ഒരു പ്രണയമായിരുന്നു എന്ന് കൂടെ പറഞ്ഞപ്പോൾ ഒരുപാട് ഞെട്ടി. ശരിക്കും ഒരു ടോംബോയ് വൈബിൽ നടന്ന ആൾ, പ്രണയം, കല്യാണം, കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്? എങ്ങനെയായിരുന്നു ശരിക്കും? ഇപ്പോഴും കുറച്ച് മുടി വളർന്നിട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അമ്മയായി എന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഒരു ടോംബോയ്സ് ഒരു അങ്ങനത്തെ ഒരു വൈബാണ് ഇപ്പോഴും. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ, ഇപ്പോൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ 8th standard തൊട്ടിട്ട്, ഞാൻ 8th വരെ ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പോൾ 8th നമ്മൾ നാട്ടിലേക്ക് വരുന്നത്, മലപ്പുറമാണ് വീട്. അപ്പോൾ അവിടെ വന്നതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ആൽബംസ് ഒക്കെ ചെയ്ത് കുഞ്ഞു ടെലിവിഷനിൽ ആങ്കറിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇൻകം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയം തൊട്ടേ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് അറിയാം. പക്ഷെ ആ സമയത്ത് നമുക്ക് അത് അറിയില്ലെങ്കിലും അത് തരുന്ന ഒരു പവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ടോം ബോയിന് ആ ഒരു പവർ തന്നത് ചെറുപ്പം തൊട്ടേ ഞാൻ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ, ഫോൺ വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ഓൾറെഡി നമ്മളുടെ വൈബ് മാറും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയം തൊട്ടേ അങ്ങനെ പോകുന്നു. പിന്നെ
ആ സമയം എനിക്ക് തോന്നുന്നു ഒരു 10th ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ അമ്മേൻ്റെ ചേട്ടൻ്റെ മോനെ തന്നെയാണ്. അപ്പോൾ കസിൻസാണ്, ഇപ്പം മുറച്ചെറുക്കൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് സംഭവിക്കുന്നു, എല്ലാം ആ ഫ്ലോയിൽ സംഭവിച്ചതാണ് നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ആ പ്രണയത്തിലാവുന്നു. അത് ഒത്തിരി വർഷം ഞാൻ കല്യാണം കഴിക്കുന്നത് 29ാമത്തെ വയസ്സിലാട്ടോ. പെട്ടെന്നല്ല കല്യാണം കഴിച്ചത്. അപ്പോൾ 29ാമത്തെ വയസ്സ് വരെ എനിക്കൊന്ന് ഏകദേശം ഒരു 13-14 വർഷം ഞങ്ങൾ പ്രണയിച്ചു എന്ന് മാത്രമല്ല, ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ വി വർ ഗ്രോയിങ് ടുഗെദർ എന്ന് പറയാം. കാരണം അവനും ചെറുതാണ്, ഞങ്ങൾ 10th കണ്ടുമുട്ടി പ്രണയിക്കുമ്പോൾ ഉള്ള ആൾക്കാരല്ല. ഇപ്പം ഞങ്ങൾക്ക് ഒരു വാവയുണ്ട്. അപ്പോൾ ശരിക്കും വി വർ ഗ്രോയിങ് ടുഗെദർ എന്ന് പറയാം. പിന്നെ വാവ ഉണ്ടാവുന്നതും പെട്ടെന്നല്ല, 4 years കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് വാവ ഉണ്ടാകുന്നത്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത വാവയൊന്നുമല്ല. പക്ഷെ വി വർ സോ ഹാപ്പി. ആ സമയത്ത് ഞങ്ങൾ UK-ലായിരുന്നു. അപ്പോൾ ഈ ട്രാൻസിഷൻ നടക്കണമെന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. പിന്നെ പ്രായത്തിന്റെ കുറച്ച് പക്വത വന്നിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പം സോഷ്യൽ മീഡിയ ആണ് ചേച്ചി, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു വൈബല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു സാധനം കിട്ടുന്ന ഒരു സാധനം. ചേച്ചി അത് മെൻഷൻ ചെയ്ത് നന്നായി, ഞാൻ പ്രായത്തിന്റെ പക്വതയിലെത്തി എന്നുള്ളത്. പക്വതയിലെത്തിന്ന് ഞാൻ പറയുന്നു. ഇനി ചുറ്റുള്ളവരെ ഇപ്പൊ അമ്മേനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്വത എത്തിയിട്ടില്ല എന്ന് തന്നെ അവർ പറയുള്ളൂ. പക്ഷെ അപ്പോൾ അന്നും ഇന്നും ടോംബോയ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രായത്തിന്റെ ഒരു മാറ്റം, പിന്നെ സാഹചര്യങ്ങളുടെ മാറ്റം, പിന്നെ നാട്ടിലും UK-യും തമ്മിലുള്ള ഒരു മാറ്റം, ആ ഒരു മൊത്തത്തില് ആ എൻവയൺമെന്റ് മൊത്തം മാറുകയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മെച്ചുവേർഡ് ആയതായിരിക്കാം. പക്ഷെ ഐ എം സ്റ്റിൽ എ ടോംബോയ്. അങ്ങനെ ചാടി നടക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും. മിടുക്കിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള റിയാലിറ്റി ഷോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയിട്ടുള്ള റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. ചർച്ച ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ചേച്ചിനെ നമ്മളെ എല്ലാം വിഷമിപ്പിച്ച ഒരു എപ്പിസോഡ് ഉണ്ട് അതിനകത്ത്. അതായത് എൻ്റെ പേര് തന്നെ സ്ട്രെസ് ഇന്റർവ്യൂ. അതുകൊണ്ട് ശരിക്കും അവരെന്താ ഉദ്ദേശിച്ചതെന്ന് അറിയോ? അത് ശരിക്കും എനിക്ക് ആദ്യം മിടുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും എത്രയോ എനിക്ക് ഇയർ അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മയില്ലെങ്കിലും ഇപ്പോൾ മോർ ദാൻ 10 years ആയി. ഇപ്പോഴും ഞാൻ ഇപ്പോൾ 1 month ആയിട്ടുള്ളൂ നാട്ടിൽ വന്നിട്ട്. ഇപ്പോഴും ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു കുട്ടി വേഗം വന്നിട്ട് മിടുക്കിയിലെ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും, ആ സമയത്ത് സോഷ്യൽ മീഡിയ അത്ര അല്ല, ഒട്ടും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ മിടുക്കി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ഷോൻ്റെ ഒരു എന്താ പറയുക, റീച്ച് ഭയങ്കര തന്നെയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു ഷോ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ സത്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ഇപ്പോൾ ഫാഷൻ സൈഡ് ആണെങ്കിലും പേഴ്സണാലിറ്റി സൈഡ് ആണെങ്കിലും മിടുക്കി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉദ്ദേശിച്ച സാധനം അന്ന് കൺവേ ആവുന്നതിൻ്റെ കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ വരികയാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ കണക്ട് ചെയ്തതിനെ. അത് വേറൊരു സംഭവം. അപ്പോൾ മിടുക്കിയിൽ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങളോട് പറഞ്ഞത് എന്താ, ഓക്കെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏത് പ്രൊഫഷനാണോ താല്പര്യം അതിന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബയോഡാറ്റ എടുത്തിട്ട് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ജഡ്ജസ് ഉണ്ടാവും, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നോർമൽ ഇൻ്റർവ്യൂ. സോ നമ്മൾ ആ നോർമൽ ഇൻ്റർവ്യൂന്ന് ആണ് എല്ലാവരും കേട്ടോ, എല്ലാ കണ്ടസ്റ്റൻസും പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്, 22 years ആണ് ഞാൻ ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭരതനാട്യം ടീച്ചറുടെ സാരിയൊക്കെ ചുറ്റി കുറച്ച് മെച്യൂരിറ്റി ഒക്കെ ഇരുന്നോട്ട് വിചാരിച്ച് അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിന് പോണത്. പക്ഷെ അവിടെ പോയി ഇരിക്കണതിൻ്റെ മുന്നേ പരിപാടി തുടങ്ങി. അപ്പോൾ നമ്മളിത് അറിയുന്നില്ല. ഇപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അയ്യോ എന്താ സംഭവിക്കുന്നത്, ഇത് എനിക്ക് മാത്രമാണോ സംഭവിക്കുന്നത്, ഇവരെന്താ നമ്മളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യണേ എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് തോട്ടിൽ പോയിരുന്നത്. പക്ഷെ അത് പിന്നീട് ഓൺ സ്റ്റേജ് വന്നപ്പോഴാണ് അതൊരു സ്ട്രെസ് ഇൻ്റർവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവും, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എനിക്കത് വലുതായിട്ട് അത്ര ദഹിച്ചില്ല സത്യം പറയുകയാണെങ്കിൽ. ഇപ്പം അത് കാണുമ്പോൾ നമുക്കും അത്ര അങ്ങ് ദഹിക്കുന്നില്ല. ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ളൊരു സെഗ്മെന്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ. സത്യം അതുവരെ ഫണ്ണായി പോയിരുന്ന എല്ലാ എപ്പിസോഡും അല്ലെങ്കിൽ എല്ലാ റൗണ്ട്സും ഭയങ്കര ഫൺ ആൻഡ്
വേറെ രീതിയിലായിരുന്നല്ലോ. പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള റൗണ്ട്സ് ഉണ്ടെങ്കിൽ പോലും വേറെ തന്നെ രീതിയായിരുന്നു. ഇത് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നില്ല എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ ആ സ്ട്രെസ് ഇൻ്റർവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞ ടെലികാസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ ആ സ്റ്റേജിൽ ഓൺ സ്റ്റേജ് അത് ജഡ്ജ് ചെയ്ത് ജഡ്ജസ് പറയുമ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഞാൻ ഭയങ്കര പാഷനേറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് ഡാൻസ്. അത് വിചാരിച്ച് എനിക്ക് ഡാൻസിനെ കുറിച്ച് എല്ലാം അറിയോ? ഇല്ല, എനിക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. എസ്പെഷ്യലി ആ സ്ട്രെസ്സിലൂടെ അവർ ചോദിക്കുന്ന ചോദ്യം തന്നെ എന്തൊക്കെയോ ചോദ്യങ്ങളാണ്. അപ്പം ഞാനൊന്ന് പതറി, അത് സത്യം തന്നെയാണ്. പക്ഷെ അത് എന്നിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കുറച്ച് ആ ചെറുപ്പത്തിൽ കുറച്ച് എനിക്ക് ഹേർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, കുറച്ച് ഇമ്പാക്റ്റ് എനിക്ക് നെഗറ്റീവ് രീതിയിലാണ് വന്നത്. ഞാനിപ്പോൾ കോളേജിലായിരുന്നു, ഞാൻ സെയിൻറ്റ് ട്രസസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോഴും എൻ്റെ ടീച്ചേഴ്സ് ചോദിച്ചത് മിഥിലയ്ക്ക് ഒന്നും അറിയില്ലേ, അങ്ങനത്തെ ഒരു ഡാൻസ് സ്റ്റുഡൻറ്റും കൂടെ ആവുമ്പോൾ അവർ വിചാരിച്ച് ഇതൊന്നും അറിയാതെയാണോ മിഥില, അവർക്ക് അറിയുന്നില്ല ബിഹൈൻഡ് ദ സീൻ എന്താ നടക്കണേന്ന് അറിയില്ല. അപ്പോൾ അതെനിക്ക് കുറച്ച് വാശിയും ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിൽ എനിക്കായിരുന്നു, ഐ വാസ് ദ റാങ്ക് ഹോൾഡർ, എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. ഇതിപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് അതെനിക്ക് ഇമ്പാക്റ്റ്, ആ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്തായിരുന്നു അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നമ്മളുടെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു സാധനം ട്രിഗർ ചെയ്യാന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ട്രിഗർ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ആണെന്നൊന്നും നോക്കില്ല. കാരണം നമ്മൾ അത്രയും എക്സ്പോഷർ നമുക്കുണ്ട്. മീഡിയ എന്താണ്, നമ്മൾ പറഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യം പറയാം എന്നുള്ളൊരു ഗട്ട്സ് നമുക്ക് വന്നു എല്ലാവർക്കും കേട്ടോ. സാധാരണ ഒരു കുട്ടി തൊട്ടിട്ട് ഇപ്പം എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും സാധാരണ ആൾക്കാരാണെങ്കിലും നമുക്ക് പറയേണ്ടത് എവിടെയാ പറയേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ പേടിയാ, ക്യാമറ പേടിയാ, നമ്മൾ എന്ത് പറയും, ഇത്രയും വലിയ ജഡ്ജസ് ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത്. അതില് മാലാപാർവതിയും സാബുചേട്ടൻ ബിഗ് ബോസിൽ സാബുചേട്ടൻ പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഈ സാബുചേട്ടനെ കണ്ടപ്പോഴെങ്കിലും വിചാരിച്ചില്ല ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്നെങ്കിൽ? ഇല്ല, കാരണം സാബുചേട്ടനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയൊക്കെ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇങ്ങനത്തെ ഒരു റൂമില് 3 പേര് ഇരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കയറി വന്ന് ഇവരെ കണ്ട ഇതിൽ ഞാൻ ഹായ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. കുറേ സാധനം കട്ട് ചെയ്ത് പോയല്ലോ. അപ്പോൾ നിങ്ങൾ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിരുന്നു. അപ്പം തന്നെ അവർ എണീക്കാൻ പറഞ്ഞു എന്നോട്. ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ? ഇരിക്കാൻ പറഞ്ഞില്ല. അപ്പം തന്നെ എൻ്റെ എല്ലാം സകലം. അപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് വിചാരിച്ചങ്ങ് പോയി. ഇത് പ്രാങ്കോ അതൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, ആ സ്ട്രെസ് ഇൻ്റർവ്യൂ ആർക്കും നന്നായിരുന്നില്ല, എല്ലാവർക്കും കിളി പോയ അവസ്ഥയായിരുന്നു. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അന്ന് ആരും ചോദിച്ചു കേട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഉത്തരവുണ്ടോയെന്ന് എനിക്കറിയില്ല. ശരിക്കും അതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആയിരുന്നു. മീൻസ് മിഥില എന്നാൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ വേറൊരാൾ മുന്നിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, മിഥിലേനെ ഔട്ടാക്കിയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്തതാണോ എന്നുള്ളൊരു തോന്നൽ അന്നേരം ഉണ്ടായിട്ടുണ്ടോ? റിയാലിറ്റി ഷോസ് എനിക്കൊന്ന് മിടുക്കിൻ്റെ മുന്നേ ഞാൻ കുറേ റിയാലിറ്റി ഷോസിലൂടെ തന്നെയാണ് വന്നത്. ഏഷ്യാനെറ്റിലെ സിറ്റി ഗേൾസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ, പിന്നെ ഒരു ആക്ടിങ് റിയാലിറ്റി ഷോ സ്റ്റാർ ഹണ്ട്. അപ്പോൾ റിയാലിറ്റി ഷോൻ്റെ ഒരു പാറ്റേൺ എനിക്കറിയാം. അതായത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ മുന്നോട്ടേക്ക് വരാൻ സഹായിക്കുമായിരിക്കും. നമുക്ക് ആസ് എ കണ്ടസ്റ്റൻ്റേ അറിയുള്ളൂ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേന്ന് അറിയില്ല. ചില സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊന്നും നടക്കേണ്ടതല്ലായിരുന്നല്ലോ, എന്നാലും നടന്നു. പക്ഷെ നമ്മളത് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആരോടും ചോദിക്കാനോ അങ്ങനെ പോയിട്ടില്ല. കാരണം നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ പോണതാണ്. അവർ വിളിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഓഡിഷൻ കൊടുത്ത് നമുക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതൊക്കെ എനിക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പലതും നമ്മൾ നടിക്കേണ്ടി വരും. അപ്പോൾ റിയാലിറ്റി ഷോൻ്റെ ഒരു പാറ്റേൺ പറയാം കേട്ടോ. റിയാലിറ്റി ഷോസ് ഞാൻ ഇത്രയും ചെയ്തതിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് എൻ്റെ ഒരു ഗ്രോത്ത്, എൻ്റെ ഫേസ് വിസിബിൾ ആവുക, ആൾക്കാർക്ക് എന്നെ ആയിട്ട് കണക്ട് ചെയ്യുക, ഞാൻ അതിൽ നിന്ന് എന്ത് പഠിക്കുന്നു, അതൊക്കെയാണ് ഞാൻ നോക്കിയത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു റിയാലിറ്റി ഷോയിലും എനിക്ക് ഫസ്റ്റ് കിട്ടണം, എങ്ങനെയെങ്കിലും ഫസ്റ്റ് കിട്ടണം എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ ബിലീവ് ചെയ്യുന്നത് ഞാനൊരു കണ്ടസ്റ്റൻ്റായിട്ട് പോകുമ്പോൾ ബാക്കിയുള്ള 10 പേരും എന്നെക്കാട്ടിലും മികച്ചവരായിരിക്കും. അല്ലാതെ അവരൊന്നും പോരാ എനിക്ക് തന്നെ ഫസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആളല്ല മെൻറ്റാലിറ്റി. പക്ഷെ അവരിൽ ചില സ്ഥലത്ത് തോന്നും ഇതിൽ ഞാനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് എന്നും തോന്നും. അപ്പോൾ റിയാലിറ്റി ഷോയിൽ
എന്താ പറയുക, നോ റിഗ്രറ്റ്സ്. പിന്നെ അതിൽ ആ ചോദ്യത്തിനും എനിക്ക് അതിനോണ്ട് ഉത്തരമില്ല. കാരണം ബിഹൈൻഡ് ദ സീൻ എന്താ നടക്കണേന്ന് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രെസ് ഇൻ്റർവ്യൂവിലാണ് ഞാൻ ഇടിഞ്ഞു പോയത്. അതുവരെ ഭയങ്കര ഹൈപ്പ് ഇൻ ദ സെൻസ് നല്ല രീതിയിലാണ്. ഫാഷൻ റൗണ്ട് ആണെങ്കിലും പേഴ്സണാലിറ്റി റൗണ്ട് ആണെങ്കിലും എല്ലാത്തിലും അടിപൊളിയായിട്ട് പോയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിഗർ ആയിരുന്നു. പിന്നെ ഇത് മൊത്തത്തിൽ സ്ട്രെസ് ഇൻ്റർവ്യൂ ആണ് എന്ന ആൾക്കാരിലേക്ക് എത്തിയിട്ടും ആൾക്കാർ അത് കുറച്ചൊരു നെഗറ്റീവ് സൈഡിലേ, ഇത് ഒന്നും അറിയാത്ത കുട്ടിയാണോ അങ്ങനത്തെ ഒരു ഇമേജ് വന്നു. അപ്പോൾ പിന്നെ കാൺട്ട് ഹെൽപ്പ്, അങ്ങനെ അതിന് ശേഷം ഔട്ടായി തോന്നുന്നു. സെമി ഫൈനൽസ് ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അത് മേജർ ഒരു ഇതായിരുന്നു, ഡ്രോബാക്ക് ആയിപ്പോയി സ്ട്രെസ് ഇൻ്റർവ്യൂ. അതിലങ്ങ് തീർന്നു. ഇപ്പൊ പൊതുവെ പഴയ സ്റ്റാർ സിംഗർ പോലുള്ള റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ വിഷ്വൽസ് പുറത്തേക്ക് വരാറുണ്ട്. അന്ന് ഇപ്പൊ പറയാറുണ്ട്, അന്ന് അവരെ ആരെയൊക്കെ കരയിച്ചു വിട്ടോ അവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടാണ്. ഇപ്പൊ പ്രൗഡല്ലേ? പിന്നെ ഞാൻ അതാ പറഞ്ഞ, റിയാലിറ്റി ഷോസ് ഇനിയും ഏതെങ്കിലും റിയാലിറ്റി ഷോ ഒക്കെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നതേ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. എനിക്കിഷ്ടമാണ് റിയാലിറ്റി ഷോസ്. അതായത് റിയൽ ആയിട്ട് ഇപ്പം ഞാൻ റിയാലിറ്റി ഷോ അല്ലാതെ ഞാൻ ഏഷ്യാനെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഫുഡ് ഷോ ഒക്കെ. അപ്പോൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഏറ്റവും കൂടുതൽ എന്നെ ആയിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, മിഥില ഇതന്നെയാണ് ഞങ്ങൾ ടി വിയിൽ എന്താണോ കാണുന്നത് അതന്നെയാണല്ലോ സെയിം. അപ്പം അതാണ് ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇപ്പോഴും റിയാലിറ്റി ഷോ കണ്ടു കഴിഞ്ഞാൽ ഏത് റിയാലിറ്റി ഷോ ആണെങ്കിലും ഒന്ന് ഇനിയും പയറ്റി നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഒരു സൗഹൃദം കിട്ടി. അത് ത്രൂ ആണ് ഇവിടെ D4 ഡാൻസിലേക്ക് വന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? D4 ഡാൻസ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡാൻസേഴ്സിൻ്റെയും ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ കുറേ പാട്ടുകാർക്ക് ഡ്രീം പ്ലാറ്റ്ഫോം ആയിരുന്നു അല്ലേ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതേമാതിരി ആയിരുന്നു D4 ഡാൻസ്. D4 ഡാൻസ് എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറണമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ, മിടുക്കി കഴിഞ്ഞ ഉടൻ തന്നെയാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ എനിക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ട് എനിക്ക് കയറാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഒരു സെയിം ചാനലിൽ നോൺ ഫേസ് ആയിപ്പോയി. അപ്പോൾ D4 ഡാൻസിൽ എൻ്റെ കോളേജിൻ്റെ ടീമായിരുന്നു, ചട്ടമ്പീസ് എന്ന് പറഞ്ഞ കോളേജിലുള്ള പിള്ളേർ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി മീൻസ് അങ്ങനെ പോയതുമല്ല. അവർ ഓഡീഷനൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ടിൽ അവർക്കൊരു കുട്ടി മിസ്സായിപ്പോയി എന്തോ കാരണവശാൽ. അപ്പോൾ അതിൽ റീപ്ലേസ് ചെയ്യാൻ ആരും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്ന അറിയാം. അങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് വന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തൊട്ടിട്ട് ചട്ടമ്പീസിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ 14 പേരുടെ ഒരു ഗ്രൂപ്പാണെങ്കിലും അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ സ്പാർക്ക് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലും ചില പെർഫോമൻസിൽ ഇപ്പോൾ പഴശ്ശിരാജേൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രം മെയിലായിട്ട് പെർഫോം ചെയ്യുന്നു. പിന്നെ ജഡ്ജസ് ആണെങ്കിലും ചില ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ഒരു ദേവീൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അതിലും ഞാൻ സെൻറ്റർ ക്യാരക്ടർ പോലെ മെയിൻ ദേവിയായിട്ട്. അപ്പോൾ സ്പെഷ്യൽ മെൻഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പോഴാണ് ഞാനും മനസ്സിലാക്കണത്, ഓക്കെ എവിടെ പോയാലും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാലിബർ ഉണ്ട് എന്നുള്ളൊരു സാധനം. അപ്പോൾ D4 ഡാൻസ് എന്നാണ് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പും കോളേജിൽ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പും ഒക്കെ വന്നത്. ഇത്തരം റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അഭിനയത്തിലേക്ക് വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ആണോ ചെയ്തത്? അതും ലെസ്ബിയൻ ആയിട്ട്. ആ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ ആരും എടുക്കില്ല. ആ ഒരു ഗഡ്സ് എവിടുന്നായിരുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ മിടുക്കി കഴിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ കുറച്ച് ഓഫേഴ്സ്, ഭയങ്കര ഹിറ്റ് ഓഫേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സിനിമ എന്തോ എനിക്ക് അങ്ങനെ സ്യൂട്ടാവില്ല എന്നോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവ്, ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്ര ഞാൻ കംഫർട്ടബിൾ അല്ല ഈ ആക്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. പിന്നെയാണ് അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു സംഭവം വരുന്നത്. ആ ജിത്തു ജോസഫ് സാറുടെ അസിസ്റ്റൻ്റാണ് അത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോള് വരുന്നു, അവർ പറയുന്നു ലെസ്ബിയൻ. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ ബാക്കിലിരുന്ന് സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വിളിക്കുന്നത്, ലെസ്ബിയൻ കപ്പിളുടെ ഇതാണ്. എനിക്കതിന് പ്രത്യേകിച്ച് ഒരു എന്താ
സെക്കൻഡ് തോട്ട് കൊടുക്കണം, ഓ ലെസ്ബിയൻ കപ്പിൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ അന്നും എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. ലെസ്ബിയൻ ട്രാൻസ് അങ്ങനെ അത്രയും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ ഇത് ചെയ്താൽ പ്രശ്നമാവുമോ, ഇനി എന്താവും, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു നല്ല ബോൾഡ് ക്യാരക്ടറാണ്, അടിപൊളിയായിരിക്കും ചെയ്താൽ. കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ, എനിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് കുറച്ച് എന്താ ഓക്കെ ആക്ടിങ് എന്നാൽ ഒന്ന് നോക്കി നോക്കാം. ഷോർട്ട് ഫിലിം ആകുമ്പോൾ ആർക്കും തിരക്കേടില്ലല്ലോ. മറ്റേത് എന്നെ വെച്ച് സിനിമ ചെയ്തിട്ട് അവസാനം തെറി വിളിച്ച് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കും ഷോർട്ട് ഫിലിം ആകുമ്പോൾ ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അത് മില്യൺസ് പോയി വ്യൂസ്. എനിക്ക് തോന്നുന്നു കുറേ അവാർഡ്സൊക്കെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അതിൽ ലിപ് ലോക്ക് ഉണ്ടായിരുന്നു. ലിപ് ലോക്കൊക്കെ ശരിക്കും ഞാൻ ടെൻഷൻ അടിച്ചു കേട്ടോ. ടെൻഷൻ മീൻസ് നമ്മളിത് എന്താ സംഭവം, എങ്ങനെ ചെയ്യും, പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ വേറെ തന്നെ മൂഡല്ലേ. പിന്നെ അതൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയി, അത്ര തന്നെ. പക്ഷെ എനിക്കത് ടെൻഷൻ, ആ സ്പോട്ടിൽ അത് എങ്ങനെ ചെയ്യും, ക്യാമറയിലേക്ക് അത് നന്നാവുമോ, ആ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമേ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിന് പോണതും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്കങ്ങനെ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ അത് എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ മുന്നേ ചെയ്ത് തീർത്തു. ഇപ്പോഴാണെങ്കിൽ കുറച്ച് വൈറലെങ്കിലും ആവായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ കട്ട്സ് ഒക്കെ അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. പിന്നീട് അങ്ങനെ ഇനി അഭിനയത്തിലേക്ക് താല്പര്യം ഉണ്ടോ, പോവോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ മറ്റേ അമ്മ വൈബായതുകൊണ്ടേ എനിക്ക് തന്നെ കുറച്ച് പ്രായം വന്നു. അതൊന്നും ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം, എനിക്കറിയില്ല കേട്ടോ. ഇനി ഒരു കംബാക്ക് നടത്തുകയാണെങ്കിൽ ഡാൻസ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആങ്കറിങ് ആയിരിക്കുമോ, ആക്ടിങ് ആയിരിക്കുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്കായിരിക്കുമോ പോവുക? ഒരു കംബാക്ക് ഡാൻസ് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്നുണ്ട്. ഇപ്പം 3 years ആയിട്ട് UK പോയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആസ് എ ഡാൻസർ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. അത് റിവീൽ ചെയ്യാനാവുമ്പോൾ പ്രതീക്ഷകളൊക്കെ ആയിരിക്കും. അത്ര പ്രതീക്ഷയല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ട്. അതൊക്കെ ഒന്ന് ആയി ഞാൻ സിമിനോട് തന്നെ പറയാം, നമുക്ക് അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ സമയമായി. അടുത്ത ഇന്റർവ്യൂ ഞാൻ ഇപ്പൊ തന്നെ ഷെഡ്യൂൾ ചെയ്തു. ഇപ്പം ഈ UK പോകുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു, പ്ലാൻഡ് ഇല്ലാത്ത ഒരു കേസാണ്. എങ്ങനെയുണ്ടായിരുന്നു UK ലൈഫ്? എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, UK ലൈഫ് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ പോലത്തെ ഒരാൾക്ക് UK സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് വിട്ടു പോരാ എന്നുള്ളൊരു സംഭവം വളരെ ചുരുക്കം ആൾക്കാരെ ആ ഡിസിഷനിലേക്ക് എത്തുള്ളൂ. കാരണം UK എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഈസി കാര്യമല്ല. നമ്മൾ ഒത്തിരി ഫിനാൻഷ്യലിയും എല്ലാം ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പം എൻ്റെ പാഷൻ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ വിട്ട് ഫാമിലീനെ വിട്ട് അത്ര ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ വിചാരിക്കണം എങ്ങനെയാ, ഇനി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, അവിടെ പോയിട്ടൊന്ന് സെറ്റിൽ ആവണം, എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം എന്നാണ് വിചാരിക്കുക. പക്ഷെ ഞാൻ ഈ 3 വർഷം പെടാപ്പാട് പെട്ടു പിടിച്ചു നിൽക്കാൻ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സും എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വേറെ തന്നെ രീതിയിലാണ്. എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ 9 to 5 ജോബ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നാട്ടിലാണെങ്കിലും UK എവിടെയാണെങ്കിലും അതെ, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അവർ വിചാരിക്കേ ഇതൊക്കെ എന്ത്, നല്ലൊരു ജോലി ഇല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എന്നെ കാണാൻ എത്ര ബോൾഡാണെങ്കിലും ഞാൻ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഫാമിലി ഇൻ ദ സെൻസ് കുറേ ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല, പക്ഷെ അച്ഛനമ്മ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശ്രീകുട്ടൻ, ഇതാണ് എൻ്റെ ലോകം. ഫ്ലോക്കി ബേബി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലോകം. എനിക്കിങ്ങനെ ഹാപ്പിയായി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കാനാണ് എൻ്റെ ബ്രെയിനും എന്നെ അനുവദിക്കാറുള്ളൂ. പക്ഷെ അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി നമ്മൾ MBA ചെയ്യാനാണ് പോയി ആദ്യത്തെ ഒരു പോക്കിലാണ് കൊറോണ വന്നത്. അത് ഞാൻ അവിടെ ഇട്ടിട്ട് വീണ്ടും ഞാൻ UK പോവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാ. പിന്നെ ഞങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് കല്യാണം കഴിഞ്ഞ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും പോയത്. കല്യാണം കഴിഞ്ഞിട്ടാണ് പോണത്. അവിടെ പോയി പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈം KFCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഞാൻ എൻ്റെ 100% കൊടുക്കും. അതും വേറെ കാര്യമുണ്ട്. എവിടെ പോയാലും സർവൈവ് ചെയ്യാൻ ഞാൻ 100% കൊടുക്കും. പക്ഷെ ഞാൻ ഹാപ്പി ആണോ ചോദിച്ചാൽ അല്ലായിരുന്നു. ഞാൻ വളരെയധികം ഭയങ്കര ഒരു ഡിപ്രഷൻ, അതെ അതെ, ഒട്ടും ഭയങ്കര അൺഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ പോയി പക്ഷെ അതിലൊക്കെ വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ ഡാൻസ് എടുത്തപ്പോൾ ആ സമയത്തെ ട്രെൻഡ് ആണ് ഡോക്ടർ, എഞ്ചിനീയർ. ഇപ്പോഴും ട്രെൻഡാണ്, പക്ഷെ ഇപ്പൊ കുറെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ ഇൻഫ്ലുവൻസറാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. പണ്ട് ഞാൻ ഡാൻസ് ആണ് പ്രൊഫഷൻ എടുക്കണു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇതിന്നിപ്പോൾ എന്ത് ഒരു കളിയാക്കൽ, അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കളിയാക്കലും പഠിക്കാൻ പറ്റാത്ത കുട്ടിയാണ് അല്ലെങ്കിൽ പഠിക്കാൻ ഒരു വിവരമില്ലായ്മ ആയതുകൊണ്ടാണ് ഡാൻസ് പഠിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഒക്കെ ആൾക്കാർ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇതൊക്കെ എന്ത് IT പഠിക്കൂ അത് പഠിക്കും. ഓക്കെ, പക്ഷെ അങ്ങനത്തെ ഒരാൾ UK പോയി ഇതൊക്കെ ചെയ്ത്, പക്ഷെ ഞാൻ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഞാൻ അവിടെ പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പറേഷണൽ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ പ്രഗ്നൻസി സമയത്ത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ യൂണിവേഴ്സൽ കോച്ച്, അതായത് അവിടുത്തെ ആൾക്കാരെ കോച്ച് ചെയ്യുക എന്നുള്ള ഒരു ലെവലിൽ വരെ ഞാൻ എത്തി. അത് ഒരു സൈഡിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് ഡാൻസ് പഠിക്കണു അല്ലെങ്കിൽ ഡാൻസ് പ്രൊഫഷനായിട്ട് എടുക്കണു എന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ പോണ ആൾക്കാർ മണ്ടന്മാരായതുകൊണ്ടോ പഠിക്കാൻ വിവരമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. ഇപ്പൊ ആരും പറയില്ല. അതാ പണ്ടത്തെ കാലത്ത് അതായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാനത് പുറത്ത് ഞാനിപ്പോൾ എന്താ ജോലി ചെയ്യണമെന്നൊന്നും ഞാൻ അങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും അങ്ങനെ പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ എവിടെയായിരുന്നു, എവിടെയോ കാട് കയറി പോയി ഞാൻ. അപ്പൊ UK ലൈഫ്, അങ്ങനെ UK ലൈഫിന്ന് വാവ വന്നപ്പോഴാണ് ആ ഒരു ഡിസിഷൻ ഞാൻ അമ്മയായപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അതായത് നാളെ ഇവൻ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിക്കും, ഞാൻ എന്താ ഇപ്പം എൻ്റെ ലൈഫിൽ ചെയ്തേ, ഇവന് വേണ്ടി ഓടി, അല്ലെങ്കിൽ പേരൻസിന് വേണ്ടി ഇവിടെ നിന്നു, ഹസ്ബൻഡിന് വേണ്ടി നിന്നു, ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡായി. അല്ലാതെ ഞാൻ എൻ്റെ ഡാൻസ്, എൻ്റെ ഇഷ്ടം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എവിടെ പോയി എന്ന് ഞാൻ റിഗ്രറ്റ് അടിച്ചു പോകും എന്ന് ഉറപ്പായി എനിക്ക്. ആ ഒരു അവനാണ് രുദ്രൻ, വാവയാണ് ശരിക്കും എന്നെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്തു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ്. അവനോട് ഞാൻ ഇതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറയാം. അതെ, അപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്ത് എല്ലാം നിർത്തി അവിടെ UK ജീവിതം നിർത്തി വെച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം വാഴ സിനിമ ഹിറ്റാണ്. അതിൽ പറയുന്ന ഒരു പൊഷൻ ഉണ്ട്, UK ലൈഫ് തരുന്നൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ പോസിറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിലും. അപ്പം ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർ ഓടിച്ചു വിടുന്ന ഒരു പരിപാടീസൊക്കെ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ UK പോയതിന് ശേഷം? ഇന്ത്യൻസിനെ അവർ അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആട്ടോ. കാരണം ജോലി അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് പോയിട്ട്, ഞാൻ സ്റ്റുഡൻ്റായിട്ട് പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത്, നമ്മൾ കുറച്ച് പേടിച്ച് അവരെ, നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും എന്താന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സായിപ്പന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഭവമാണ്. അവർ സാധാരണ മനുഷ്യന്മാരാണ്, നമ്മളുടെ പോലെ തന്നെ, മലയാളികളെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ കൊലീഗ്സിൻ്റെ പോലെ തന്നെ ആൾക്കാരായിട്ട് കണ്ടാൽ കൺസിഡർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരും തിരിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. അതുകൊണ്ട് തന്നെ കോളേജിലാണെങ്കിലും നമ്മുടെ കൊലീഗ്സ് ആണെങ്കിലും ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ വർക്ക് പ്ലേസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ KFC അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ അവരിപ്പോൾ ഒരു മാനേജറോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ചെറിയൊരു വർത്താനം കുറച്ച് റൂഡാവാം, അങ്ങനത്തെ ഒക്കെ സംഭവം ഇവിടെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ വളരെ ബോൾഡായിട്ട് അവർ ചോദിക്കണം എടാന്ന് ചോദിച്ചാൽ അവിടെ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പേടിയെന്തോ സായിപ്പാണ് എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ എവിടെയോ, ചെറുപ്പത്തിലാണെങ്കിലും നമ്മൾ തുറച്ചു നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു സായിപ്പ് നടന്നു, സായിപ്പ്, അത് സാധാരണ ഒരു മനുഷ്യനാണെന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ പോയി അപ്ലൈ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് പ്ലേസ് മാറുമ്പോൾ ഇപ്പം ഞാൻ കുറച്ചും കൂടി സീരിയസ് ഒരു പ്രൊഫഷനിലാണ് അവിടെ നിന്നിരുന്നത്. ഇപ്പോൾ പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഗവൺമെൻറ് ഫേം ആയതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് റേസിസം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വേറെ ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈം ഒക്കെ ജോലി ചെയ്യുന്ന വേറെ പല സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്
കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന്. പക്ഷെ അത് ഉണ്ടാവാട്ടോ. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എടാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോടാന്ന് ഏത് സൈപ്പാണെങ്കിലും വിളിക്കും. അതുകൊണ്ടായിരിക്കും. ഇതേ സ്പിരിറ്റിലൊരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു 8-9 മന്തൊക്കെ ആയ സമയത്ത് കുറച്ച് നമ്മുടെ ബോഡി ഷേപ്പൊക്കെ മാറിയൊരു സമയത്ത് കമൻറ്റ് ബോക്സ് നിറയെ ഭയങ്കര ബോഡി ഷേമിങ്, കളർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഇതിനെ ഫേസ് ചെയ്ത് എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രഗ്നൻസീനെ ഭയങ്കര ഒരു ജേണി ആയിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് ഈ 9 മാസം വെറുതെ ഇങ്ങനെ പ്രഗ്നൻ്റായി ഡെലിവറി ചെയ്ത് കുഞ്ഞായി അങ്ങനെയല്ല, എനിക്കത് എൻജോയ് ചെയ്യണം ഓരോ പ്രോസസ്സ്. അതിന് UK എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സ്കാനിങ്ങിനാണെങ്കിലും നമുക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പിന്നെ ഡിഫറെൻ്റ് തന്നെ ഫീലാട്ടോ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കൂടുതൽ നമ്മളുടെ ബോഡീനെയും ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അതിശയമാണ്, ശരിക്കും പറഞ്ഞ ഒരു അതിശയമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മയൊന്നും ആവില്ല, എനിക്ക് എൻ്റെ ബോഡി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കാനുള്ള അതൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ കരിയർ നഷ്ടപ്പെടും, എൻ്റെ ബോഡി നഷ്ടപ്പെടും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികളില്ലെങ്കിലില്ല. അത് അവരുടെ പേഴ്സ്പെക്റ്റീവാണ്, ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ മാത്രം യോജിക്കുന്നില്ല, കുഞ്ഞുണ്ടായാൽ നമ്മുടെ കരിയർ പോവും, നമ്മുടെ ബോഡി നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണെന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക എപ്പോഴാണ് ഞാനത് കാണിക്കുമ്പോഴാണ്. അല്ലേ, ഞാൻ ചുമ്മാ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഒരു 30s ഏജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ടോക്കിൽ വന്നതാണ്. അന്ന് ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അന്നും എനിക്കങ്ങനെ പ്രഗ്നൻ്റ് ആവണേനോ പ്രോബ്ലമോ അല്ലെങ്കിൽ എൻ്റെ കരിയർ പോവും, എൻ്റെ ബോഡി പോവും, അതെന്തിനാണ് നമ്മളങ്ങനെ സാക്രിഫൈസ് ചെയ്യണേന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെയധികം ഞാൻ മാത്രമാണല്ലോ, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ് പ്രഗ്നൻസി. അപ്പോൾ ഞാൻ വളരെ മൈൻഡ്ഫുള്ളായിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ റെഗുലർ എക്സസൈസ് ചെയ്തിരുന്നു. ആ സമയത്ത് വെയിറ്റ് ഗെയിൻ സ്വാഭാവികമാണ്. അപ്പോഴൊക്കെ ഈ കമൻസും ഈ ആൾക്കാർ പറയണേലൊക്കെ എൻ്റെ മനസ്സിലെന്തായിരുന്നു, കാണിച്ചുതരാം. അവരോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലെന്താ, കാണിച്ചുതരാം, എല്ലാത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ വരും, ഇത് തീരാൻ പോകണമെന്നില്ലല്ലോ. അങ്ങനെ 9 ശരിക്കും പറഞ്ഞാൽ 9 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്തത്. ഞാൻ ഡ്യൂറിങ് പ്രഗ്നൻസി എനിക്ക് തോന്നുന്നു പ്രോപ്പർ ഡയറ്റും എക്സസൈസ് കാരണം അത്ര തോന്നിയിട്ടില്ല, നോർമൽ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഡെലിവറി ഞാൻ ഡും എന്ന് പറഞ്ഞിട്ട് 80-85 പോയി ഞാൻ വെയിറ്റ്. അപ്പോഴാണ് ശരിക്കും കാണുന്നവർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞിനെ കാണാൻ വന്ന ആദ്യത്തെ ഫ്രണ്ട് പറയുന്നത്, എന്താണിത് താടിച്ചു പോയല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിലെന്താ, കാണിച്ചു തരാം, ആയിക്കോട്ടെ. കാരണം അവർക്കൊരു ബേബി ആയിട്ട് അവര് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ദേ ആർ ഫാറ്റ്. അവരവരുടെ ബോഡി അത്ര വെൽ മെയിൻറ്റെയിൻഡ് ഒന്നും അല്ല, എന്നിട്ടാണ് അവർ നമ്മളെ വന്നിട്ട് കമന്റ് പറയുന്നത്. അപ്പോഴും ഞാനൊന്നും ഓക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ചു തള്ളി. അവസാനം ഒരു 3 months കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ മനസ്സിലായി ദാറ്റ് എൻ്റെ ബോഡി ഇനി ശരിക്കും പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ആഫ്റ്റർ ഡെലിവറി നമ്മൾ അമ്മമാർ വിചാരിക്കുന്നത് പാല് കുറഞ്ഞു പോവും, അയ്യോ എക്സസൈസ് ഇപ്പോൾ ചെയ്യണ്ട. പിന്നെ എല്ലാവരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കണം. ബട്ട് എൻ്റെ ഒക്കെ നോർമൽ ആയതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ റെസ്റ്റ് ടൈമോ ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് എനിക്ക് ആ ഗോളിലേക്ക് എത്തണം എന്ന് എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 months കഴിഞ്ഞപ്പോൾ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് ഉത്തരം. ഇപ്പൊ ഞാൻ ഇതാണ് പ്രൂഫ്. ഇപ്പൊ നമ്മൾ എത്ര വായ കൊണ്ട് പറഞ്ഞാലും നമ്മളെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ആൾക്കാർക്ക് മാറുമല്ലോ. അതാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് ആ സമയത്ത് ഞാനിത് കമന്റിൽ പറയുന്നവരോ ഫ്രണ്ട്സ് തടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട്സ് തന്നെ ഇപ്പം എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കണ്ട് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവും, ഗർഭിണിയായി കുഞ്ഞായാലും നമ്മളുടെ കരിയറും ബോഡിയും ഒക്കെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും തിരിച്ചു വന്നു. അതെ, ഇപ്പൊ കുറേ ഗ്യാപ്പ് വന്നുകൊണ്ട് നമ്മൾക്കും പഠിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ടോ. അപ്പോൾ ബാക്ക് ടു റുട്ടീനിലേക്ക് വരിക ഡാൻസിൻ്റെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവുക. എൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. പിന്നെ ഡാൻസിന് ഒരു വലിയൊരു ഡ്രീം ഉണ്ട്, അത് ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്തിട്ട് നമുക്ക് പറയാമെന്നായിരിക്കും നല്ലത്. അതെ, ഇടയ്ക്ക് വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ.
മിടുക്കിക്ക് ശേഷം ഇപ്പോൾ ആ ജഡ്ജസിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക? ഞങ്ങൾ കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് സാബു ചേട്ടനെയും ഞാൻ കണ്ടു, മാല ചേച്ചിനെ ഞാൻ കണ്ടായിരുന്നു. ആരുടെ വെഡ്ഡിങ്ങിനാണ്, മാല ചേച്ചിനെ കുറേ മുന്നേ കണ്ടത്. ആരുടെ വെഡ്ഡിങ്, മിടുക്കിയിലെ ആരുടെ വെഡ്ഡിങ്ങിനാണ് കണ്ടത്. നോർമലായിട്ട് തന്നെയാണ് കേട്ടോ. കാരണം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് കൊടുത്ത ഒരു ജോബാണത്. അതായത് ഞങ്ങളെ സ്ട്രെസ്സാക്കി ഒന്ന് സൂപ്പാക്കി വിടുക എന്നുള്ളത്. പിന്നെ നമ്മളുടെ സാബു ചേട്ടനെ കണ്ടപ്പോഴും സാബു ചേട്ടൻ എന്നെ ഓർമ്മ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ പോലത്തെ അത്രയും വലിയ ആൾക്കാർ നമ്മളെ സാധാരണ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു എപ്പിസോഡിൽ കണ്ട് മറന്നു പോയ മുഖമാണ്. അപ്പോൾ എന്നെ ഈ ഇടയ്ക്കല്ല കുറച്ച് മുന്നേ കണ്ടപ്പോൾ ഓർമ്മയുണ്ട്. അന്നും അവർ പറയണത് എന്താ, സോറി കേട്ടോ പിള്ളേരെ, അതായത് നിങ്ങൾ ഇത് ഹാർട്ട് ഫീലിങ്സ് ആയിട്ട് എടുക്കരുത്, ഞങ്ങളെ വി വർ മെന്റ് ടു ഡൂ ദാറ്റ്, ഞങ്ങളോട് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അവർ പേഴ്സണലി ജഡ്ജസിനോടൊന്നും നമുക്ക് ഗ്രഡ്ജ് വെച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ഒരു പാറ്റേൺ. അവരോട് ചെയ്യാൻ പറഞ്ഞൊരു സാധനം അവർ ചെയ്തു, പക്ഷെ അത് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്തത് കുറച്ച് നെഗറ്റീവ് രീതിയിലായിരുന്നു എന്നുള്ളത്. അന്ന് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ആരായിരിക്കും ആ ഫ്രണ്ട്? എങ്ങനെയാണ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അമ്മ, അച്ഛൻ, ശ്രീകുട്ടനായിരിക്കും എൻ്റെ മെയിൻ. ശ്രീകുട്ടൻ ഹസ്ബൻഡാണ്. അവനാണ് എൻ്റെ മെയിൻ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ. എടാപോടാ ബന്ധം അവനായിട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ബീൻ ഗ്രോയിങ് ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പം തൊട്ടേ ഉണ്ടായതുകൊണ്ട് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, എൻ്റെ നെഗറ്റീവ്, ഗുഡ്, ബാഡ് എല്ലാം അവനറിയാം. അപ്പോൾ അവനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ലൈഫിലുള്ളത്. ഇപ്പൊ പുതിയ ആളും കൂടി വന്നു. അവനിപ്പോ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം എടുക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞാൽ കഥകൾ ഒത്തിരി വിശേഷം ഉണ്ടാവും പറയാനായിട്ട്. നമുക്ക് ബാക്കി ഫോണിൽ സംസാരിക്കാം. എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും ഇരിക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.